സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സൃഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായി. സോളമൻ ഉണ്ടാക്കിയ ദേവാലയത്തിൻ്റെ ഉൾവശം മുഴുവൻ സ്വർണ്ണമായിരുന്നു. അത് മറിയത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് ഏറ്റവും വലുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പുറമെ എന്തോരം ടച്ചപ്പ് ചെയ്താലും ശരിക്കുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ഉള്ളിലാണ്. ഹല്ലേലൂയ. ഞാൻ പലരും ഇങ്ങനെ കാണുന്നു നോക്കും, അവരെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. പക്ഷേ ഒരു പ്രകാശമില്ലാത്ത ചില മുഖങ്ങൾ കാണാറുണ്ട്. പ്രകാശമുള്ള മുഖത്ത് ഭയങ്കര സൗന്ദര്യമാണ്. സൗന്ദര്യം ശരിക്കും ആത്മീയ സൗന്ദര്യമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വൃക്ഷത്തിന്റെ പഴം തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന് ദൈവം ആരോട് പറഞ്ഞു? പക്ഷെ ആ പഴം തിന്ന ദിവസം അവര് മരിച്ചോ? അതായത് ഈ മരത്തിന്റെ പഴം തിന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞോ? അവര് പഴം തിന്നു, ഉടനെ തലയും കുത്തി വീണ് മരിച്ചു. അപ്പൊ ദൈവം നോണ പറഞ്ഞു. ഇതാണ് നമ്മുടെ പ്രശ്നം. ശ്രദ്ധിച്ചേ, പാപം ചെയ്യുന്നവൻ മരിക്കുന്നുണ്ട്, പക്ഷെ പുറമേന്ന് നോക്കുമ്പോൾ ജീവനുള്ളതായിട്ട് തോന്നും. അതായത് ഈ ലോകത്തിൽ പലരും രക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ്. സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചാലും പുറമെ ടച്ചപ്പ് ചെയ്ത് നടക്കാൻ നമുക്ക് പറ്റും. പക്ഷെ പലരും ആത്മീയമായിട്ട് മരിച്ചു പോയവരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു മരണം സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പരിശുദ്ധി അമ്മയെ പോലെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.